الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على حي على حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अल्लाह ताला के फजल से आज से कादियान में അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാദിയാനിൽ ഇന്നു മുതൽ ജൽസ സാലാന തുടങ്ങിയിരിക്കുകയാണ്. पार्टीशन के बाद ഈ ജൽസ സാലാനയെ ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം लेकिन ചിലർ ഇന്ത്യയുടെ ജൽസ സാലാന എന്നാണ് കരുതുന്നത്. എന്നാൽ ഹസരത്ത് മസീമുദ് ഇസ്ലാമിന്റെ നാടെന്ന നിലക്ക് കാദിയാനുള്ള സ്ഥാനവും ലോകമെമ്പാടും ഹസരത്ത് മസീമുദ് ഇസ്ലാമിന്റെ സന്ദേശം ഇവിടെ നിന്നുമാണ് എത്തിയിട്ടുള്ളത് എന്ന നിലക്കും കാദിയാനുള്ള പദവി കാരണമായി ഈ പ്രദേശം ഇസ്ലാമിന്റെ പുനരുത്ഥാനത്തിന്റെ കേന്ദ്രമാക്കി തീർക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ജലസയും അന്താരാഷ്ട്ര നിലവാരമുള്ളതാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ ഇന്ന് 32-33 രാഷ്ട്രങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ കാദിയാനും ഒരു മഹനീയ സ്ഥാനമുണ്ട്. അവിടെ നടത്തപ്പെടുന്ന ജലസകൾക്കും പ്രത്യേകതയുണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്ന അഹമ്മദികൾക്കും സവിശേഷതയുണ്ട്. ഈ ജലസയിൽ പങ്കെടുക്കുന്ന ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നും വന്ന അഹമ്മദികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ സവിശേഷത യഥാർത്ഥ നിലയിൽ പ്രകടമാകണമെങ്കിൽ, ലക്ഷ്യപ്രാപ്തമാകണമെങ്കിൽ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ഈ വിശേഷതയുടെ കടമകൾ നിർവഹിക്കുന്നവരായി തീരേണ്ടതുണ്ട്. ഈ ജലസയിൽ പങ്കെടുക്കാൻ എത്തുന്നവർ ഈ ജലസയുടെ ലക്ഷ്യങ്ങൾ നേടാനായി അവിടെ ചെലവഴിക്കുന്ന ദിനരാത്രങ്ങൾ ഈ ഉദ്ദേശത്തിനായി നീക്കിവെക്കുമ്പോഴാണ് അത് സാധ്യമാക്കുക. ഏതൊരു ലക്ഷ്യമാണോ ഹുസൂർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനും കാലത്തിന്റെ ഇമാമും ഈ ജലസകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹവുമായി അനുസരണ പ്രതിജ്ഞ ചെയ്തവരോടാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. സാധാരണ ലോകത്തെവിടെ നടക്കുന്ന ജലസയുടെ അന്തരീക്ഷവും പങ്കെടുക്കുന്നവരിൽ ഒരു ആത്മീയ പ്രഭാവം ചെലുത്തുന്നുണ്ട്. ഇക്കാര്യം അവിടെ പങ്കെടുക്കുന്നവർ പ്രകടമാക്കാറുമുണ്ട്. എന്നാൽ കാദിയാനിലെ ജലസയുടെ അന്തരീക്ഷത്തിൽ ആത്മീയതയുടെ നിറം മറ്റൊന്നാണ് അനുഭവപ്പെടുക. അവിടെ ജലസകളിൽ പങ്കെടുത്തവർക്ക് ഇത് അറിയാവുന്നതാണ്. എല്ലാ ആത്മാർത്ഥതയുള്ളവരും ഈ നിറം അനുഭവിക്കേണ്ടതുമാണ്. കാരണം ഈ പ്രദേശത്തിന്റെ അന്തരീക്ഷത്തിലും ഇടവഴികളിലും ഹുസൂർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസൻ, വാഗ്ദത്ത മസീഹ്, പ്രതിഷ്ഠിത മഹദിയുടെ ഓർമ്മകളുടെ സുഗന്ധം നമ്മെ ആത്മീയതയുടെ മറ്റൊരു ചുറ്റുപാടിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഈ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന
ഉപദേശവും और हर मुखलिस ഒരു പ്രത്യേക നിറം ഉള്ളതാണ്, ഒരു സവിശേഷ പ്രഭാവമുള്ളതാണ്. चाहिए। എല്ലാ ആത്മാർത്ഥരുടെയും ഹൃദയങ്ങളിൽ इस जलसे में ഒരു പ്രത്യേക പ്രഭാവം ചെലുത്തുന്നത് तमाम शामिल ആകേണ്ടതുമാണ്. ആയതിനാൽ ഞാൻ ഈ ജലസയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരു കാര്യം से में शामिल हो ഉണർത്തുകയാണ്. इल्मी और तरबियती तकरीरों से ജലസയിൽ പങ്കെടുത്തുകൊണ്ട് वहाँ വൈജ്ഞാനികവും ശിക്ഷണപരവുമായ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രയോജനമെടുക്കുന്നതോടൊപ്പം തന്നെ ഈ ലക്ഷ്യങ്ങളെയും के മുന്നിൽ വെക്കേണ്ടതാണ്. സദാനേരവും ഇതേക്കുറിച്ച് സ്മരിക്കേണ്ടതാണ്. ജലസ നടത്തുന്നതിന്റെ പിന്നിൽ ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങൾ എന്തെന്ന് ഓർക്കേണ്ടതാണ്. उनके अल्फाज में ही जलसे का इफ्ताह करने वाले मेरे नुमाइंदे ने ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകളിൽ തന്നെ किए होंगे। അവിടെ ജലസയുടെ ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തി, അതായത് എന്റെ പ്രതിനിധി പറഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നു. क्या तकरीर ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ആ ഉദ്ഘാടന പ്രസംഗത്തെക്കുറിച്ച് सामने रखकर ही അറിവില്ലാത്തത് കൊണ്ടാണ്. എന്താണ് പ്രസംഗം അവിടെ നടന്നത് എന്നറിയില്ല. എന്നാൽ സാധാരണ നിലയിൽ ജലസയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ഉദ്ഘാടന വേളയിൽ പറയാറുള്ളത്. എന്തായാലും तवक्कुआत को ഹസ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിന്റെ जलसे में शामिल होने वाले हर शख्स को പ്രതീക്ഷകൾ ये दिन മുന്നിൽ വെച്ചുകൊണ്ടാണ് इस जलसे में ജലസയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തിയും कई ममालिक ഈ ദിവസങ്ങൾ അവിടെ ചെലവഴിക്കേണ്ടത്. और हज़रत मसीह ഈ ജലസയിൽ ഞാൻ പറഞ്ഞതുപോലെ ने एक ഒരുപാട് രാജ്യങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാം का एक दूसरे से ഒരിക്കലും ഇങ്ങനെ തന്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടില്ല. അതായത് ജമാഅത്ത് അംഗങ്ങൾ ജലസാ ദിവസങ്ങളിൽ പരസ്പരം പരിചയമുണ്ടാക്കുക, बस സാഹോദര്യ സ്നേഹബന്ധങ്ങൾ സൃഷ്ടിക്കുക तारुफ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. और अखुवत के मयारों में ഇന്ന് ऐसी वसत पैदा हो गई है പരിചയപ്പെടലിന്റെയും സാഹോദര്യ ബന്ധത്തിന്റെയും നിലവാരം कादियान का रहने वाला ശക്തമായി തീർന്നിരിക്കുകയാണ്. कारकुन अमेरिका के रहने वालों നമുക്ക് കാണാൻ കഴിയുന്നതാണ്, കാദ്യാനുള്ള ഒരാൾ അമേരിക്ക, रहने वाला റഷ്യ से मिलता है। എന്നിവിടങ്ങളിലുള്ള ആളുകളുമായി കണ്ടുമുട്ടുന്നു. അല്ലെങ്കിൽ അറേബ്യയിലുള്ള ഒരാൾ യൂറോപ്പുകാരനുമായി കണ്ടുമുട്ടുന്നു. तो वो रूह नजर आती है അല്ലെങ്കിൽ എല്ലാവരും പരസ്പരം കാണുമ്പോൾ മനസ്സിലാകുന്നത് और ये रूह വിശ്വാസികളുടെ इस वस्त को സാഹോദര്യ ബന്ധത്തിന്റെ ആത്മാവാണ് അവിടെ നീളിക്കുന്നത്. अगर किसी के दिल में नखवत है तो वो ഈ സവിശേഷതയെ പ്രകടമാക്കുന്ന ആത്മാവ് ഉണ്ടാകേണ്ടതുമാണ്. ആരുടെയെങ്കിലും മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ अमीर അവന് अपने गरीब ഈ നിലയിൽ തന്റെ സഹോദരനെ കാണുവാനോ സംസാരിക്കുവാനോ സാധ്യമാകുന്നതല്ല. या कमजोर ഒരു പട്ടണത്തിലുള്ള ധനികൻ रंजिशें हैं या शिकवे ഒരു ദരിദ്രനായ സഹോദരനോട് അവനെ പരിചയമുണ്ടാവുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, हैं, ബന്ധം നല്ല രീതിയിലുള്ളതോ അല്ലെങ്കിൽ ദുർബലമോ ആകട്ടെ, ദേഷ്യമോ പരാതിയോ ഉണ്ടാകട്ടെ, मिटाकर ഏതുവരെ എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാക്കി चारे के മേൽക്കോയ്മയുടെയും ധനികതയുടെയും तो फिर जलसे की तकरीरें ദാരിദ്ര്യത്തിന്റെയും ऐसे शामिल വ്യത്യാസം ഇല്ലാതാക്കി नहीं देंगे സാഹോദര്യ ബന്ധത്തിന്റെ മാതൃക കാട്ടുന്നതുവരെ सकेगा। ജലസയുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ പങ്കെടുക്കുന്നവർക്ക് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. അവിടെയുള്ള അന്തരീക്ഷവും അവർക്ക് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. ജലസക്ക് വരുന്നതും कि दिल की सख्ती की वजह से നിഷ്പ്രയോജനകരമായി തീരുന്നതാണ്. കാദ്യാനിലെ ആത്മീയാന്തരീക്ഷവും ഇത്തരം വ്യക്തിയുടെ ഹൃദയത്തിന്റെ കാഠിന്യം കാരണത്താൽ बस अगर जलसे के मकसद से भरपूर फायदा उठाना है അയാൾക്ക് ആത്മീയത ഇല്ലാതായി തീരുന്നതാണ്. इस्लाम के इस मकसद ജലസയുടെ ലക്ഷ്യത്തിൽ നിന്നും പൂർണ്ണമായും പ്രയോജനമെടുക്കണമെങ്കിൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ जिसका आपने ഈ ലക്ഷ്യത്തെ മുന്നിൽ വെക്കേണ്ടതാണ്. फरमाया है ജലസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രത്യേക നിലയിൽ പരാമർശിച്ചിട്ടുണ്ട്. सब शामिल होने वाले जलसे में शामिल हों। अमीरी गरीबी ഇതിനെ മുമ്പിൽ വെക്കേണ്ടതാണ്. ജലസയിൽ പങ്കെടുക്കുന്നവർ ധനികതയുടെയും ദാരിദ്ര്യത്തിന്റെയും മേൽക്കോയ്മയുടെയും വ്യത്യാസം ഇല്ലാതാക്കേണ്ടതാണ്. वो एक दूसरे के लिए
इस तरह പരസ്പര വൈരാഗ്യമുണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല എന്ന നിലയിൽ അതൊക്കെ ഇല്ലാതാക്കി തീർക്കേണ്ടതാണ്. को भी अपने सीनों को टटोलना होगा. കാദ്യാനിൽ സ്ഥിരമായി താമസിക്കുന്നവർ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ऐसा मौका था आप മാനസികാവസ്ഥ അവർ വിലയിരുത്തേണ്ടതുണ്ട്. बस्ती में रहते हैं. അള്ളാഹു താല അവർക്ക് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ദേശത്ത് താമസിക്കുവാനുള്ള അവസരം നൽകുകയുണ്ടായി. जैसा कि जमाने के इमाम ने ख्वाहिश की थी. കാലത്തിന്റെ ഇമാം ആഗ്രഹിച്ചു പോലുള്ള ചുറ്റുപാട് അവിടെ ഉണ്ടാകേണ്ടതാണ്. और फिर इस बात की तरफ भी അതിനുവേണ്ടി അദ്ദേഹം ജമാഅത്തിന് ശിക്ഷണവും നൽകുകയുണ്ടായി. कि अल्लाह ताला ने ഒരു കാര്യം പ്രത്യേക നിലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. रहने वालों को അവിടെ താമസിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി और अपनी ജലസയുടെ അവസരം इस ലഭിച്ചിരിക്കുകയാണ്. बस जहां ശിക്ഷണത്തിന്റെ ഈ മഹത്തായ അവസരത്തിൽ നിന്നും പ്രയോജനമെടുക്കാൻ അവർക്ക് അവസരം കിട്ടി. और रिश्ते को ഇവിടെ വരുന്ന എല്ലാവരും वहां സ്നേഹ സാഹോദര്യ ബന്ധങ്ങളെ നിലനിർത്തുന്നത് പോലെ തന്നെ इस तरीक पर अपना जायजा ले. ഇവിടെ താമസിക്കുന്നവർ ഈ വിധം അവലോകനം നടത്തേണ്ടതും അനിവാര്യമാണ്. यही जायजा फिर दुनियावी ख्वाहिश അവർ ഈ ലക്ഷ്യത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കണം. और ഈ വിലയിരുത്തലാണ് की तरफ പിന്നീട് ഭൗതികച്ഛകളിൽ നിന്നും ഹൃദയത്തെ വിശുദ്ധമാക്കുന്നത്. അന്ത്യനാളിലേക്ക് മനുഷ്യനെ പൂർണ്ണമായും इस दुनिया की ख्वाहिश ശ്രദ്ധ തിരിപ്പിക്കുന്നതും അതിനുള്ള ബോധം വരുത്തുന്നതും ഇതാണ്. ദൈവഭയവും ഇതുണ്ടാക്കുന്നു. ഈ ലോകത്തിലെ ഇച്ഛകളുടെ ചിന്ത അപ്പോൾ ഉണ്ടാകുന്നതല്ല, മറിച്ച് ബൽ തൻലുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ് ये सामने होगा. ये को എന്നതിന്റെ വിഷയം कि हमने നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. और उखरवी जिंदगी നമ്മൾ ദൈവപ്രീതി നേടാനും इस दुनिया से പരലോക ജീവിതത്തിൽ आगे भेजना. നന്മ ലഭിക്കാനും जोद और तकवा पर ഈ ലോകത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത്, या दुनियादारी ഭയഭക്തിയിൽ ശ്രദ്ധ വെക്കുകയാണോ അല്ലെങ്കിൽ अल्लाह के खौफ को दिल से निकाल कर ലൗകികതയുടെ മാതൃക കാണിക്കുകയാണോ എന്നായിരിക്കും ചിന്തയുണ്ടാകുന്നത്. पाबंदी कर ദൈവഭയം മനസ്സിൽ നിന്നും ഇല്ലാതാക്കി ജീവിതം കഴിക്കണമോ बैत का खूबसूरत അല്ലെങ്കിൽ ബയ്യത്തിന്റെ നിബന്ധന പാലിക്കണോ, सीने पर लगाकर അതോ अपने आप को ബയ്യത്തിന്റെ സുന്ദരമായ ബാഡ്ജ് समझना. നെഞ്ചിൽ കുത്തിക്കൊണ്ട് खुदा तक സ്വയം തന്നെ ബയ്യത്തിന്റെ നിബന്ധന പൂർത്തിയാക്കുന്നയാളാണെന്ന് കരുതുകയാണോ വേണ്ടത്? अपने अंदर पैदा करने ദൈവഭയം, ലൗകിക വിരക്തി, और बदअखलाक ലോലഹൃദയത और बद എന്നീ ഗുണങ്ങൾ വളർത്തിയെടുക്കണോ അല്ലെങ്കിൽ അതിക്രമങ്ങൾ, ദുസ്വഭാവം, से ദുർഭാഷണം തുടങ്ങിയ തിന്മകൾക്ക് തങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കണമോ? उन्हें कायम करने हैं. തന്റെ പ്രവർത്തന മാതൃകയിലൂടെ അത് പ്രകടിപ്പിക്കണോ? से अपने सरों और गर्दनों को अकड़ा कर चलना है. सच्चाई के എളിമയുടെയും घेरने हैं. വിനയത്തിന്റെയും മാതൃക സ്ഥാപിക്കണോ അതോ खुदा ताला की नाराजगी मोल लेनी है. അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടി തന്റെ തലയും കഴുത്തും പൊക്കി നടക്കണോ? अपने आप को സത്യത്തിന്റെ സുന്ദരമുത്തുകൾ വിതറണോ അതോ കളവിന്റെ അന്ധകാരത്തിന് വശപ്പെട്ടുകൊണ്ട് ദൈവകോപം വിലക്കു വാങ്ങണോ? ദീനി സംരംഭങ്ങൾക്കായി സ്വയം തയ്യാറായിക്കൊണ്ട് दमक में डूब മുഹമ്മദി മസീഹിന്റെ മിഷനെ പൂർത്തിയാക്കണോ അതോ बस ये जायजे ഭൗതികതയുടെ തിളക്കത്തിൽ മയങ്ങിക്കൊണ്ട് തന്റെ ലക്ഷ്യത്തെ മറക്കണോ? के ഈ അവലോകനവും जगत को തന്റെ പ്രവർത്തനങ്ങളുടെ വിശകലനവും നമുക്ക് പറഞ്ഞു തരും നാം മാ ഖദ്ദമത്ത് ലിഗദ് എന്നതിനെ എത്രത്തോളം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന്. और अपने अमल ജലസയുടെ ഈ 3 ദിവസങ്ങൾ मर्जी के मुताबिक ഇക്കാര്യങ്ങൾ വിലയിരുത്താനും के लिए തന്റെ പ്രവർത്തനങ്ങൾ ദൈവപ്രീതിക്കനുസൃതമാക്കി മാറ്റുവാനും जबकि एक दूसरे ശ്രമിക്കുന്നതിനു വേണ്ടിയുള്ള रूहानी असर कबूल करने की നല്ല അവസരങ്ങളാണ് നൽകുന്നത്. പരസ്പരം ആത്മീയ പ്രഭാവങ്ങൾ ഉൾക്കൊള്ളാനും इनफरादी अदायगी
അപ്പോൾ താല്പര്യം ജനിക്കുന്നു. माहौल पैदा कर रही होती है। ജമാഅത്തായതും തനിച്ചുമുള്ള തഹജ്ജുദ് നമസ്കാരം അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. जगह ഹസ്രത്ത് മസീദ് അലൈഹി ഇസ്ലാമിന്റെ സുജൂദ് ചെയ്ത സ്ഥലങ്ങളും ദുആ ചെയ്ത സ്ഥലങ്ങളും बेकरार दुआओं की तौफीक दे रही होती है। ഒരുപാട് മനസ്സുകൾക്ക് വ്യാകുലതയുള്ള ദുആക്കുള്ള തൗഫീക്ക് നൽകുന്നുണ്ട്. रूहानियत का माहौल होता है। ആത്മീയതയുടെ അന്തരീക്ഷം कैंप से അനുഭവിച്ചറിയാത്ത വിധമായിരിക്കും ഈ 3 ദിവസങ്ങളുടെ ക്യാമ്പിൽ നിന്നും പൂർണ്ണമായും പ്രയോജനമെടുക്കേണ്ടതാണ്. वापस लौटे ഒരു അഹമ്മദിയും ഈ ലക്ഷ്യത്തെ നേടാതെ തിരിച്ചു പോകുന്നവരായി ഉണ്ടാകരുത്. ഖാദിയാനിൽ താമസിക്കുന്ന ആരും जो इन 3 ഈ 3 ദിവസങ്ങളെ अपनी इस्लाह का बेहतरीन जरिया न बना ले। തന്റെ സമുദ്ധാരണത്തിനുള്ള നല്ല മാർഗമാക്കാത്തവരായി ഉണ്ടാകരുത്. की भरपूर कोशिश ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. कि जो तब्दीली ഈ കാര്യം നടപ്പിലാക്കാൻ പൂർണ്ണ ശ്രമമുണ്ടാവണം. है उसमें मुदावमत ഉണ്ടായതും ഉണ്ടാക്കേണ്ടതുമായ उसे अपनी जिंदगी സൽപരിവർത്തനങ്ങളിൽ मुस्तकिल हिस्सा भी സ്ഥിരചിത്തത കാട്ടേണ്ടതാണ്. അതിനെ തന്റെ ജീവിതത്തിന്റെ സ്ഥിരഭാഗവുമാക്കേണ്ടതാണ്. और ये उसी वक्त हो सकता है जब वहां बैठा हुआ हर शख्स ഇത് ഉണ്ടാകണമെങ്കിൽ इस बात का അവിടെയുള്ള ഓരോ വ്യക്തിയും जो पाक तब्दीली पैदा करनी है നമ്മൾ ചെയ്യാനിരിക്കുന്ന സമുദ്ധാരണത്തിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്ന करना है। ദൃഢനിശ്ചയം എടുക്കേണ്ടതാണ്. की जाने वाली तकरीरें और इल्मी बातें ജലസ സാലാനയിൽ നടക്കുന്ന പ്രസംഗങ്ങളും के बढ़ने का जरिए വിജ്ഞാനപ്രദമായ കാര്യങ്ങളും നാം കേൾക്കുന്നത് വെറും മതവിജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് സ്ഥിരമായ നിലയിൽ ദീനീ പരിജ്ഞാനം दीनी इल्म बढ़ाने की अब അല്ലെങ്കിൽ താൽക്കാലികമായ നിലയിൽ ദീനീ പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആയിട്ടുള്ളതായിരിക്കരുത്. അവ इरादा करना है। ജീവിതം മുഴുവൻ തുടർച്ചയായി പരിശ്രമിക്കേണ്ടതാണ്. बनना जो कहते कुछ है और करते कुछ, അതുപോലെ തന്നെ जो कुछ इल्म നാം പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും എന്ന രീതിയിലുള്ള ജീവിതം നയിക്കുന്നവരായി തീരരുത് अल्लाह എന്നും ദൃഢനിശ്ചയമെടുക്കുക. इस फरमान को हमेशा सामने നാം रखना है। സമ്പാദിച്ച അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഈ നിർദ്ദേശത്തെ എപ്പോഴും മുമ്പിൽ വെക്കുക. യാ അയ്യുഹല്ലസീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അതായത്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? कासद भी ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ देर पा ജലസയിൽ പങ്കെടുത്തതിന്റെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളൂ. के लिए അപ്പോൾ മാത്രമേ वसलाम ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് अहद നാം ചെയ്ത ബയ്യത്തിന്റെ പിന്നിലുള്ള तभी हम ആത്യന്തിക ലക്ഷ്യം നമുക്ക് काद से फैल ലഭിക്കുകയുള്ളൂ. पाने वाले അപ്പോൾ മാത്രമേ നാം ജലസയുടെ അനുഗ്രഹങ്ങളിൽ നിന്നും സ്ഥിരം പ്രയോജനമെടുക്കുന്നവർ ആയിത്തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് तभी अपने बच्चों के सामने സൽപരിവർത്തനത്തെക്കുറിച്ച് हम नेक ശ്രദ്ധയുണ്ടാകുകയുള്ളൂ. बन सकेंगे। നാം സ്വയം അവലോകനം ചെയ്തുകൊണ്ടിരിക്കൂ. इस्लाह का जरिया भी बन सकेंगे। അപ്പോഴേ നമ്മുടെ മക്കളുടെ മുമ്പാകെ तभी സൽമാതൃക കാട്ടുന്നവരായി നാം മാറുകയുള്ളൂ. हमारी का हक अदा करने की तरफ हमारी तवज्जो भी रहेगी। അപ്പോൾ മാത്രമേ നാം നമ്മുടെ മക്കളെ നേരെയാക്കാൻ ഹേതുവായിത്തീരുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരുടെയും അനുഭാവികളുടെയും കടമ നിറവേറ്റുന്നതിൽ ശ്രദ്ധയുള്ളവരായി തീരുകയുള്ളൂ. मयार അപ്പോൾ മാത്രമേ നാം തബ്ലീഗിന്റെ കടമ നിറവേറ്റുന്നവരായി തീരുകയുള്ളൂ. ഇത് വളരെ വലിയ ജോലിയാണ്. നാം ഓരോരുത്തരും ഇതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. എന്നാൽ ഇതിന്റെ നിലവാരം നിലനിർത്താൻ നാം സത്യസ്നേഹികളായിക്കൊണ്ട് തങ്ങളുടെ ഗുണങ്ങൾ നോക്കുന്നതിനു പകരം കുറവുകളിൽ के लिए ശ്രദ്ധ ചെലുത്തുന്നവരും അതിനെ അന്വേഷിക്കുന്നവരും ആകേണ്ടതാണ്. നാം അള്ളാഹുവിന്റെ പാപപൊറുതി ലഭിക്കാനായി खुदा ताला പരിഭ്രാന്തരായി തീരേണ്ടതുണ്ട്. सल्लल्लाहु अलैहि वसल्लम നാം അള്ളാഹു താലയുടെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾക്ക് മുമ്പാകെ തങ്ങളുടെ ശിരസ് കുനിക്കേണ്ടതാണ്. जिसमें बहाने ഒഴിവ് കഴിവുകളൊന്നും ഇല്ലാത്ത बल्कि ഒളിച്ചോട്ടത്തിന്റെ വഴിക്കു മുമ്പിൽ മതിൽ പണിതിട്ടുള്ള അനുസരണ മാതൃക നാം കാണിക്കേണ്ടതാണ്. उज़रों के रास्तों के आगे दीवारें खड़ी हों।
और ये मयार उस वक्त ഒഴികഴിവുകളുടെ മാർഗത്തിനു മുമ്പിൽ മതിൽ പണിയേണ്ടതാണ്. इस्लाम की तालीम ഈ നിലവാരം കരഗതമാക്കാൻ जमात से നാം ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമിന്റെ ख्वाहिशात को അധ്യാപനങ്ങൾക്കും अपनी ജമാഅത്തിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും जब हम आपकी ख्वाहिशात के मुताबिक സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ മുന്തിക്കുമ്പോഴാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നാം സത്യത്തിന്റെയും വിശ്വസ്തതയുടെയും മാതൃക കാണിക്കുമ്പോഴാണ് അത് സാധ്യമാകുക. कि हमेशा ഹുസൂർ അലൈഹി ഇസ്ലാം നമ്മിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്ന് നോക്കുക. പറയുന്നു, जैसा कि എല്ലായ്പ്പോഴും തങ്ങളുടെ വാക്കിനെയും പ്രവൃത്തിയും अपनी जिंदगियों में करके നല്ല നിലയിലുള്ളതും സമനിലയിലുള്ളതും ആക്കി തീർക്കുക. ഹുസൂറിന്റെ സഹാബാക്കൾ नमूने ഇത് ചെയ്തു കാണിച്ചു. നിങ്ങളും അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ സത്യവിശ്വാസങ്ങളുടെ മാതൃക നിലനാട്ടേണ്ടതുണ്ട്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക എപ്പോഴും മുന്നിൽ വെക്കുക. बातों पर गौर करते हैं तो हमें अजीब नमूने नजर आते हैं. നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇത് സംബന്ധമായി കിട്ടും. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി. तो उनमें एक അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സത്യവിശ്വാസങ്ങളുടെ മാതൃക നോക്കുമ്പോൾ ने फरमाया ഒരു പ്രത്യേക പ്രൗഢി അവിടെ കാണുന്നതാണ്. इल्हाम हुआ है ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, तो എനിക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും ഇൽഹാം ഉണ്ടായി, ഞാൻ നബിയാണ്. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു ചോദ്യവും ചോദിക്കാതെ वसल्लम ने പറയുകയുണ്ടായി, ഞാൻ താങ്കളെ അള്ളാഹുവിന്റെ നബിയായി സ്വീകരിക്കുന്നു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ദീനി ആവശ്യത്തിന് ചന്തയുടെ ആവശ്യമുണ്ട്. ये माल दें വിശ്വാസികൾ തങ്ങളുടെ സ്വത്തിൽ നിന്നും ദീനി ആവശ്യത്തിന് വേണ്ടി लाकर പണം നൽകുക. അപ്പോൾ ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വെച്ചു. अब मुझे ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഫാറുകളുടെ അതിക്രമം കാരണം എനിക്ക് യുദ്ധത്തിനുള്ള കൽപ്പനയുണ്ടായി. लड़ाई उठाने का हुक्म हुआ है. അവർക്ക് ശക്തമായ നിലയിൽ മറുപടി നൽകാനുള്ള കൽപ്പനയുണ്ടായി. അവർക്കെതിരെ വാളെടുക്കാനുള്ള കൽപ്പനയുണ്ടായി. അപ്പോൾ ഹസരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ടുവന്നു. सल्लल्लाहु अलैहि वसल्लम ने फौरी എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതാ തയ്യാറാണ്. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം अपनी इस ഹുദൈബിയ ഉടമ്പടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റിക്കൊണ്ട് യുദ്ധം വേണ്ട, മറിച്ച് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും बाज के माथे पर शिकने आने लगे. പരിഭ്രാന്തരായി തീരുകയുണ്ടായി. വലിയ വലിയ സഹാബാക്കൾ പോലും ഉണ്ടായിരുന്നു. ചിലരുടെ നെറ്റി ചുളിയാൻ തുടങ്ങി. बिल्कुल ठीक है. ഇതെന്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്? ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തികച്ചും ശരിയാണ്, ഉടമ്പടി തന്നെയാണ് വേണ്ടത്. ഈ മാതൃകയെ മുന്നിൽ വെക്കണമെന്നാണ് ഹസരത്ത് മസീഹ് മൗഊദ് ഇസ്ലാം തന്റെ ജമാഅത്തിനോട് ഉപദേശിച്ചിട്ടുള്ളത്. इस्लाम ഈ നിലവാരം മുന്നിലുണ്ടായാൽ कायम रहेगी. ഹസരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ പ്രതീക്ഷകൾ हम ये देखते പൂർത്തിയാക്കാനുള്ള ആത്മാവ് നിലനിൽക്കും. हज़रत मसीह मौऊद अलैहिस्सलाम की ख्वाहिशात ജലസയിൽ ഹസരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ जैसे പ്രതീക്ഷകളിലും इस्लाम को किस कदर ആശകളിലും ഇറങ്ങിച്ചെല്ലാനാവാതെ വന്ന അവസരം നാം നോക്കുമ്പോൾ बस ഹുസൂർ അലൈഹിസ്സലാം അപ്പോൾ എത്ര വിഷമിച്ചു, എത്ര കണ്ട് നീരസം പ്രകടിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മെ അസ്വസ്ഥരാക്കി തീർക്കും. तो हमें आप നാം ഇക്കാലത്ത് ഹസരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ നിയോഗത്തിന്റെ आगे बढ़ने की जरूरत है. ലക്ഷ്യത്തിന്റെ ഭാഗമാകണമെങ്കിൽ നാം അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകൾക്കും ലബ്ബേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഗമിക്കേണ്ടതാണ്. തങ്ങളുടെ അന്തരംഗങ്ങളിൽ ആത്മീയ വിപ്ലവം സംജാതമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. सहाबा ने जंगे हुनैन में दिखाया था. സഹാബാക്കൾ ഹുനൈൻ യുദ്ധത്തിൽ പ്രകടമാക്കിയ ആവേശത്തിന്റെയും ശക്തിയുടെയും മാതൃക കാണിക്കേണ്ടതായുണ്ട്. हम दुनिया की लाज ഈ വികാരമില്ലാതെ നമുക്ക് അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാകില്ല. ना हम जलसों में शामिल होने की रूह को समझ ലോകത്തിന്റെ അത്യാഗ്രഹങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകുകയില്ല. നമുക്ക് ആത്മസമുദ്ധാരണം നടത്താനാവില്ല. നമുക്ക് ജലസയിൽ പങ്കെടുക്കുന്നതിന്റെ ആത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ നിയോഗത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാനാവില്ല. അന്തരംഗങ്ങളിൽ ഇസ്ലാമിക സേവനത്തിന്റെ വികാരത്തിന്റെ യഥാർത്ഥ ആത്മാവ് സംജാതമാക്കാൻ സാധിക്കുകയില്ല. में उस वक्त जो इस्लाम की तारीख ഹുനൈൻ യുദ്ധത്തിൽ എന്താണ് നടന്നത്? पहला लश्कर
था, ആ സമയം വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ तैयार हुआ था और जिसकी ശത്രുക്കളുടെ എതിരെ दुश्मन के लश्कर की तादाद से ज्यादा थी। ആൾബലം കൂടിയ ആദ്യത്തെ മുസ്ലിം സൈന്യമായിരുന്നു അത്. जो लश्कर में शामिल हुए थे എന്നാൽ उनकी ആ സൈന്യത്തിൽ അണിചേർന്നവരിൽ അധികവും मोमिन की कुर्बानी की रूह को समझने वाली नहीं थी, उस रूह से नाआशना। വിശ്വാസികളുടെ ത്യാഗത്തിന്റെ ആത്മാവിനെ जब दुश्मन के മനസ്സിലാക്കാത്തവരായിരുന്നു. तीरंदाजों ने हिकमत से अचानक ആ ആത്മാവിൽ നിന്നും അജ്ഞരായിരുന്നു. ശത്രു സൈന്യത്തിലെ 4000 അമ്പെയ്ത്തുകാർ യുക്തിപൂർവം പെട്ടെന്ന് അമ്പുകളുടെ പ്രവാഹം ഒഴുക്കിവിട്ടപ്പോൾ ചിലർ ഈമാനിക ബലഹീനത കാരണമായും ചിലർ സവാരി മൃഗങ്ങളുടെ വിഭ്രാന്തിയാലും അങ്ങുമിങ്ങും ചിതറിപ്പോവുകയുണ്ടായി. ഇസ്ലാമിക സൈന്യം അങ്ങനെ ഛിന്ന ഭിന്നമായി. सिर्फ अपने 12 सहाबा के साथ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും लेकिन 12 സഹാബികളുമൊത്ത് മൈതാനത്തിൽ അവശേഷിച്ചു. बावजूद എന്നാൽ അദ്ദേഹം मशवरे के തന്റെ കാൽപാദം പിറകോട്ട് വെച്ചില്ല. ये है कि वापस मुड़ തിരിച്ചു പോയിക്കൊണ്ട് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ബുദ്ധി എന്ന അഭിപ്രായം ഉണ്ടായെങ്കിൽ കൂടി ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ ഒരിക്കലും യുദ്ധരംഗത്തു നിന്നും बास रज़ियल्लाहु अन्हु പിറകോട്ട് പോകുന്നതല്ല. ऊंची थी, उन्हें ഹുസൂർ सल्लल्लाहु अलैहि वसल्लम തദവസരത്തിൽ ഉയർന്ന ശബ്ദമുള്ള ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അൻസാറുകളെ വിളിച്ചുകൊണ്ട് പറയുക, मुस्लिम ने इस बात की भी एक जगह बड़ी അല്ലയോ അൻസാറുകളെ, ദൈവത്തിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു. कि सिर्फ अंसार को क्यों मुखातिब, മസീഹ് അലൈഹി ഇസ്ലാം ഇക്കാര്യത്തെ കുറിച്ച് ഒരിടത്ത് വളരെ लेकिन एक वजह यह थी മഹത്തായ നിലയിൽ വ്യക്തമാക്കുകയുണ്ടായി. कि जिम्मेदार അൻസാറിനെ മാത്രം എന്തുകൊണ്ടാണ് വിളിപ്പിച്ചത്? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. मुहाजिरीन के करीबी थे, ഒരു കാരണം ഇതാണ്, इसलिए ഈ തോൽവിക്ക് ഉത്തരവാദികൾ മക്കയിലെ ചിലരായിരുന്നു. किसी सरनश भी അവർ മുഹാജിരീങ്ങളുടെ അടുത്തവരായിരുന്നു. മുഹാജിരീങ്ങൾക്ക് ഒരു ചെറിയ ശിക്ഷ ഇക്കാരണത്താൽ നൽകുകയാണുണ്ടായത്. നിങ്ങൾ मुसार कर रहे थे, സുഹൃത്തുക്കളോടൊപ്പം കൂടി ഞങ്ങളാണ് അംഗബലം കൂടിയത്, ഇന്ന് ഞങ്ങളെ ആരും തോൽപ്പിക്കില്ല എന്നൊക്കെ सिर्फ വീമ്പ് പറഞ്ഞതും നിങ്ങളുടെ ബന്ധുമിത്രാദികളും സമുദായക്കാരും നിങ്ങൾ ആശ്രയിച്ചവരെല്ലാവരും കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് पड़ी എന്നതായിരുന്നു കാരണം. कि खुदा कर എന്തായാലും അൻസാറുകളെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. അൻസാർ പറയുന്നു, ഹസ്രത്ത് അബ്ബാസിന്റെ ശബ്ദം ഞങ്ങളുടെ ചെവിയിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു जादू किया, എന്ന ശബ്ദം കേട്ടപ്പോൾ, यह जज्बा और बिजली की ताकत हमारे जिस्मों में पैदा हो गई। എന്നാൽ അതിനു മുമ്പേ തന്നെ ഞങ്ങൾ സവാരികളെ മൈതാന ഭാഗത്തേക്ക് തിരിക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ടതും ഞങ്ങളിൽ ഒരു മാന്ത്രിക ശക്തി പ്രവഹിച്ചു. ഒരു പുത്തൻ വികാരവും ഇടിമിന്നലിന്റെ ശക്തിയും ഞങ്ങളിൽ ഉണ്ടായി. परियों की गर्दनें മൈതാനത്തിലേക്ക് തിരിക്കാൻ കഴിഞ്ഞ സവാരികളെ കൊണ്ട് അവർ വന്നു. मैदान जंग में पहुंचे। എന്നാൽ മൈതാനത്തിലേക്ക് വരാൻ മടിച്ച മൃഗങ്ങളുടെ കഴുത്ത് അവർ വാളാൽ ഛേദിച്ചുകൊണ്ട് മൈതാനത്തിലേക്ക് ഓടിപ്പോയി. ലബേക് യാ റസൂലല്ലാ ലബേക് എന്ന് വിളിച്ചുകൊണ്ട് जिसे आज ഹുസൂറിനു ചുറ്റും അവർ കൂടി. काम मिला, ഇതാണ് ഇന്ന് നമുക്ക് പ്രയോഗത്തിൽ വരുത്തേണ്ട ലബേക്കിന്റെ ആത്മാവ്. जो आ हजरत ഇതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ हमें बुला रहा है, ഹുസൂർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമി इस्लाह की तरफ तवज्जो करो। നമ്മെ വിളിക്കുകയാണ്. जलसे में आकर जलसे के मकासद को നിങ്ങളുടെ സമുദ്ധാരണത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. ജലസയിൽ വന്നിട്ട് ജലസയുടെ ലക്ഷ്യങ്ങളെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. और जिक्र തങ്ങളുടെ പകലുകൾ തക്കുവയും ദൈവപ്രേമവും കൊണ്ട് നിറക്കുക. इलाही हासिल ദൈവസ്മരണയിൽ ചെലവാക്കുക. बना लो। 3 ദിവസങ്ങളെ ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള സ്ഥിരം മാർഗമാക്കി തീർക്കുക. गर्दनें തങ്ങളുടെ നഫ്സിന്റെ മതമിളകിയ കുതിരകളുടെ കഴുത്തുകൾ ഖണ്ഡിക്കുക. आज जमाने का इमाम मुस्ले और आ हजरत सल्लल्लाहु अलैहि वसल्लम की ഇന്ന് കാലത്തിന് ഇമാമും आने वाला नबी പരിഷ്കർത്താവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ जो हमें हमारी പിന്തുടർച്ചക്കാരനായി വന്ന നബിയും दोस्ती की तरफ ആയ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം നമ്മെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ നേരായ വഴിയിലേക്ക് വിളിക്കുകയാണ്. गिर जमा होने की जरूरत है നമുക്കും ലബ്ബേക്ക് പറഞ്ഞുകൊണ്ട് कि इसकी गिर जमा हो जाए। ഇദ്ദേഹത്തിന് ചുറ്റും
आज तलवारों ഒത്തുചേരേണ്ടതായുണ്ട്. से जा रहा है, ഇദ്ദേഹത്തിന് ചുറ്റും बल्कि नफ्स के അണിനിരക്കേണ്ടത് നിർബന്ധമാണ്. जिसमें ഇന്ന് വാളിന്റെ ജിഹാദിനല്ല അദ്ദേഹം നമ്മെ വിളിക്കുന്നത്, മറിച്ച് ആത്മാവിന്റെ ജിഹാദിനായാണ് വിളിക്കുന്നത്. बस जैसा कि मैं पहले भी जिक्र कर चुका हूँ, मोहब्बत और खुवत के ഇക്കാര്യത്തിൽ വിജയം കിട്ടിയാൽ മുഴുലോകത്തും ഇസ്ലാമിക പതാക പറത്തുവാൻ കാരണമാകും. അത് तकवा की ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹ സാഹോദര്യങ്ങളുടെ പുതിയ നിലവാരം സൃഷ്ടിക്കേണ്ടതുണ്ട്. रास्तों की तलाश തക്വായുടെ ഏണി കയറേണ്ടതായുണ്ട്. अपने हर अमल से വിനയത്തിന്റെ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. തങ്ങളുടെ എല്ലാ പ്രവർത്തനവും വഴി जान माल സത്യത്തിനെ വിജയിപ്പിക്കേണ്ടതാണ്. लिए ഇസ്ലാമിന്റെ പ്രചരണത്തിനായി ജീവിതവും ധനവും ബഹുമാനവും സമയവും ത്യാഗം ചെയ്യാൻ പ്രാവർത്തികമായ പ്രകടനത്തിന്റെ ആവശ്യമുണ്ട്. ദൈവസ്മരണകളാൽ തങ്ങളുടെ നാവിനെ आला मयार के जरिए കുളിർമ നൽകേണ്ടതാണ്. कुर्बे इलाही के हसूल की कोशिश की जरूरत ആരാധനകളുടെ ഉന്നത നിലവാരം വഴി है। 3 दिनों में ദൈവ സാമീപ്യം കരഗതമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ये शामिलीन भी ഈ 3 ദിവസങ്ങളിൽ കാദ്യാൻ ജലസയിൽ പങ്കെടുക്കാൻ हो रहे हैं, വന്നവർ इनमें से ഇതിൽ നിന്നും നല്ലവണ്ണം പ്രയോജനമെടുക്കണം. ഈ ദിവസങ്ങളിൽ മറ്റു ചിലയിടങ്ങളിലും ജലസ നടക്കുന്നുണ്ട്. नाइजर में जलसा हो रहा है, नाइजीरिया में जलसा അമേരിക്കയിലെ വെസ്റ്റ് കോസ്റ്റിൽ जलसा हो रहा ജലസ നടക്കുന്നുണ്ട്. മാലിയിൽ ജലസ നടക്കുന്നുണ്ട്. है, हर जगह के शामिलीन जलसा നൈജീരിയയിൽ ജലസ നടക്കുന്നുണ്ട്. से സെനിഗാളിൽ ജലസ നടക്കുന്നുണ്ട്. ഐവറി കോസ്റ്റിൽ ജലസ നടക്കുന്നുണ്ട്. എല്ലായിടത്തെയും ജലസയിൽ സംബന്ധിച്ചവർ साथ ഈ ദിവസങ്ങളുടെ करता हूँ, അനുഗ്രഹങ്ങളെ തേടാൻ ശ്രമിക്കുക. कमाई करते हैं। ഈ സമയത്ത് ഹസരത്ത് മസീഹ് ഇസ്ലാമിന്റെ ചില ഉദ്ധരണികൾ നിങ്ങൾക്ക് മുമ്പാകെ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് इत्तेफाक और मोहब्बत നമ്മെ ഉണർത്തുകയാണ് ദൈവത്തിന്റെ റസൂൽ. तुम बहाम इत्तेफाक रखो और इज्तिमा करो। खुदा ताला ने मुसलमानों को यही നമ്മിൽ നിന്നും അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതാണ്. അദ്ദേഹം പറയുന്നു, ജമാഅത്തിന്റെ പരസ്പരമുള്ള സ്നേഹവും യോജിപ്പും സംബന്ധിച്ച് വളരെ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം യോജിപ്പുണ്ടാക്കുക, ഇജ്തിമ നടത്തുക. അള്ളാഹു താല മുസ്ലിങ്ങൾക്ക് നൽകിയ പാഠം നിങ്ങൾ ഏകദൈവത്തെ സ്വീകരിക്കുക, रहोगे। അല്ലെങ്കിൽ നാശം സംഭവിക്കും. सल्लल्लाहु अलैहि वसल्लम ने फरमाया है, നമസ്കാരത്തിൽ ഒരാൾ മറ്റാളെ ചേർന്ന് നിൽക്കാനുള്ള അനുവാദം നൽകിയത് പരസ്പരം ഐക്യമുണ്ടാകാനാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മിന്നൽ ശക്തി പോലെ ഐക്യം പടരുന്നതാണ്. എന്നാൽ ഐക്യമില്ലെങ്കിൽ ദൗർഭാഗ്യം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരം സ്നേഹിക്കുക. ഒരാൾ മറ്റാൾക്ക് വേണ്ടി ഗോപ്യമായി ദുആ ചെയ്യുക. ഒരു വ്യക്തി രഹസ്യമായി ദുആ ചെയ്താൽ മലക്കു പറയും, നിനക്കും അങ്ങനെ തന്നെ ഭവിക്കട്ടെ. എത്ര അത്യുന്നതമായ കാര്യമാണ്. മനുഷ്യന്റെ ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി മലക്കിന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ഞാൻ ഉപദേശിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്, പരസ്പരം ഭിന്നിക്കരുത്. ഞാൻ 2 കാര്യങ്ങളുമായാണ് വന്നത്. ഒന്നാമതായി അള്ളാഹുവിന്റെ തൗഹീദ് സ്വീകരിക്കുക. രണ്ടാമതായി പരസ്പരം സ്നേഹവും സഹാനുഭൂതിയും പ്രകടമാക്കുക. മറ്റുള്ളവർക്ക് അത്ഭുത ദൃഷ്ടാന്തമായി തീരുക. ഈ തെളിവ് തന്നെയാണ് സഹാബ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈനിൽ ഉണ്ടായിരുന്നത്. കുൻതും അഅദാഅൻ ഫഅലഫ ബൈന ഖുലൂബിക്കും. ഓർത്തുകൊള്ളുക, താലീഫ് എന്നത് ഒരു ദൃഷ്ടാന്തമാണ്. നിങ്ങൾ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടാത്ത കാലം വരെ എന്റെ ജമാത്തിൽ ഉൾപ്പെടുന്നതല്ല. അവൻ പ്രയാസത്തിലാണ്, അവന്റെ അന്ത്യം നല്ലതല്ല. പറഞ്ഞു, ഓർത്തുകൊള്ളുക, ശത്രുത ഇല്ലാതാക്കുക എന്നത് മഹദിയുടെ അടയാളമാണ്. അത് പൂർത്തിയാകില്ലേ? തീർച്ചയായും. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളാത്തത് എന്താണ്? ഏതുപോലെയെന്നാൽ വൈദ്യശാസ്ത്രത്തിൽ ചില രോഗങ്ങളിൽ പൂർണമായും ഷിഫ ലഭിക്കാൻ അത് और जज्बात हैं, പൂർണമായും നശിപ്പിക്കേണ്ടതായി വരും. जमात से अलग कर दूंगा जो എന്നിൽ നിന്നും ഇൻഷാ അല്ലാഹ് ഒരു സുഹൃതവാന്മാരുടെ ജമാഅത്ത് ഉണ്ടാകും. പരസ്പര ശത്രുതയുടെ കാരണം എന്താണ്? പിശുക്ക്, അസൂയ, സ്വാർത്ഥത, വികാരങ്ങൾ എന്നിവയാണ്. उमदा नमूना न दिखाएं। मैं किसी के തങ്ങളുടെ വികാരങ്ങളിൽ നിയന്ത്രണം കിട്ടാത്തവരെ, ऐसा शख्स जो मेरे പരസ്പര സ്നേഹ സാഹോദര്യങ്ങളോടെ ജീവിക്കാൻ അറിയാത്തവരെ ജമാഅത്തിൽ നിന്നും അകറ്റുന്നതാണ്. അത്തരക്കാർ ഓർക്കുക, നല്ല മാതൃക കാണിക്കുന്നില്ലെങ്കിൽ അവർ അല്പം ദിവസത്തേക്കുള്ള അതിഥികൾ മാത്രമാണ്. ഞാൻ ആരും കാരണത്താൽ ആരോപണ വിധേയനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജമാഅത്തിലിരിക്കെ എന്റെ ആഗ്രഹങ്ങൾക്കെതിരെയാണെങ്കിൽ അയാൾ ഉണങ്ങിയ കൊമ്പാണ്. അതിനെ തോട്ടക്കാരൻ മുറിക്കാതെ പിന്നെന്തു ചെയ്യാനാണ്? ഉണക്കക്കൊമ്പ് മറ്റു പച്ചക്കൊമ്പുകളുമായി ചേർന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. അതിൽ പച്ചപ്പുണ്ടാകുകയില്ല, മറിച്ച് ആ കൊമ്പ് മറ്റതിനെ നശിപ്പിക്കും.
അപ്പോൾ ഭയപ്പെട്ടുകൊള്ളുക. ആരാണോ ചികിത്സ ചെയ്യാത്തത് എന്റെ കൂടെ അയാൾ നിൽക്കില്ല. പിന്നീട് അദ്ദേഹം പറയുന്നു, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വജാഇലുൽ ലസീന തബഊക ഫൗക ലസീന കഫറു ഇലാ യൗമിൽ ഖിയാമ. अगर मैं तुम्हें बशारत देता हूं कि ഈ സമാശ്വാസപരമായ വാഗ്ദാനം इब्ने मरियम को നാസറത്തിൽ ജനിച്ച ഈസോബിന് മറിയമിനോടാണ് ഉണ്ടായത്. എന്നാൽ ഞാൻ നിനക്ക് സുവാർത്ത നൽകുകയാണ്. യസൂ മസീന്റെ പേരിൽ വന്ന ഇബ്നു മറിയത്തിൽ നിന്നും അള്ളാഹു ഇതേ വാക്കിലാണ് സുവിശേഷം അറിയിച്ചത്. ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഞാനുമായി ബന്ധപ്പെട്ടിരിക്കെ ഈ മഹത്തായ വാഗ്ദാനത്തിലും മഹനീയ സുവാർത്തയിലും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അമ്മാറയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് അധർമ്മത്തിന്റെയും വഞ്ചനയുടെയും മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനത്തെ യഥാർത്ഥ നിലയിൽ ബഹുമാനിക്കുന്നു, कोई आम ताल्लुक എന്റെ വാക്കുകളെ കഥകളായി കരുതുന്നില്ല और ऐसा ताल्लुक है कि എന്നവർ ഓർക്കുക. മനസ്സുകൊണ്ട് അവർ ഇക്കാര്യങ്ങൾ ശ്രവിക്കുക. ഞാൻ ഇനിയും അവരെ जिसने मुझे भी इस बरगुज़ीर അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. ഞാനുമായി ബന്ധം വെക്കുന്നവർ ആ ബന്ധം ഒരു സാധാരണ ബന്ധമല്ല, മറിച്ച് ഗംഭീര ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പ്രഭാവം എന്റെ അസ്തിത്വത്തിൽ മാത്രമല്ല, മറിച്ച് അത് ബഹുമാന്യനായ സമ്പൂർണ്ണ മനുഷ്യന്റെ അസ്തിത്വത്തിലേക്കും എത്തിച്ചേരുന്നു. ലോകത്ത് സത്യസന്ധതയുടെ ആത്മാവ് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം. ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങൾ എന്നിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് पहुंच जाता है। बस ऐसी सूरत और हालत में ഒരു ഭയവും ചിന്തയുമില്ലായിരുന്നു. सुन रखो ഇവരെ വിലവെക്കുന്നതുമല്ല. എന്നാൽ അവിടെ തീരുന്നില്ല. അതിന്റെ പ്രഭാവം നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലും അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും എത്തിച്ചേരുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഈ സുവാർത്തയിൽ നിന്നും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതിന്റെ പുലർച്ചയാകാൻ ആശിക്കുന്നുവെങ്കിൽ, ना होगी जब तक लवामा के दर्जे से गुजरकर ഖിയാമത്ത് നാൾ വരെ കുഫാറുകളുടെ മേൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനായുള്ള യഥാർത്ഥ ദാഹം നിങ്ങളിലുണ്ടെങ്കിൽ, പിന്നെ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ: ഈ വിജയം ലവ്വാമയുടെ പദവിയിൽ നിന്നും കടന്ന് മുത്തമൈനയുടെ ഗോപുരത്തിൽ എത്തുന്നതുവരെ ലഭിക്കുന്നതല്ല. നിങ്ങളുടെ ബന്ധമുള്ള വ്യക്തി ദൈവനിയുക്തനാണ് എന്നതിൽ കവിഞ്ഞ് ഞാൻ എന്തു പറയാനാണ്? അവന്റെ വാക്കുകളെ ഹൃദയത്തിന്റെ ചെവി കൊണ്ട് കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സദാ തയ്യാറാവുക. സമ്മതത്തിനു ശേഷം നിരാകാരത്തിന്റെ മാലിന്യത്തിൽ വീണ് ചിരകാല ശിക്ഷ വാങ്ങിക്കുന്നവരെ പോലെ ആകാതിരിക്കുവാൻ വേണ്ടിയാണിത്. പിന്നീട് അദ്ദേഹം പറയുന്നു, നമ്മുടെ ജമാഅത്തിന് ഈ ഉപദേശം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ അവരെപ്പോഴും ഗൗനിക്കേണ്ടതാണ്. എനിക്ക് എപ്പോഴുമുള്ള ചിന്ത ഇതാണ്: ലോകത്ത് ബന്ധങ്ങളുണ്ട്. ചിലത് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ചിലത് തറവാട് അല്ലെങ്കിൽ സ്വത്തിന്റെ അടിസ്ഥാനത്തിൽ, ചിലത് ശക്തിയുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ അള്ളാഹുവിന് ഇക്കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ല. അവൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അതായത് അള്ളാഹുവിന്റെ സമക്ഷം തഖ്വയുള്ള ആളാണ് പ്രിയപ്പെട്ടവനും ബഹുമാനിതനും. ഇത്ഖിയ ജമാഅത്ത് അഥവാ മുത്തക്കികളുടെ ജമാഅത്തിനെയാണ് അള്ളാഹു തന്റെ കൂടെ വെക്കുക. മറ്റുള്ളതിനെ നശിപ്പിക്കുന്നതാണ്. ഇത് വളരെ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ രണ്ടുപേർക്കും നിൽക്കാനാവില്ല. മുത്തക്കിയും അവിടെ തന്നെ, നീചനും ഉപദ്രവകാരിയും അവിടെ തന്നെ എന്ന് വരില്ല. തീർച്ചയായും മുത്തക്കി നിൽക്കുകയും നീചൻ നശിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ആരാണ് അവന്റെ പക്കൽ മുത്തക്കിയെന്ന് അവന് നന്നായി അറിയാം. ഇത് വളരെ ഭയക്കേണ്ട സന്ദർഭമാണ്. മുത്തക്കിയായ വ്യക്തി സൗഭാഗ്യവാനാണ്, ദൗർഭാഗ്യവാനാണ് ശപിക്കപ്പെട്ട വ്യക്തി. അല്ലാഹു തആല നമ്മളിൽ ഏവർക്കും ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഈ വേദനയെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സൽപരിവർത്തനത്തിനുള്ള ശ്രമത്തിനുള്ള തൗഫീക്ക് തന്നരുളുമാറാകട്ടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്: ജലസയിൽ പങ്കെടുത്തവർക്ക് മാത്രമായുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ. അവർ മാത്രമല്ല ഇതിന് അഭിസംബോധകർ, മറിച്ച് ലോകത്ത് താമസിക്കുന്ന എല്ലാ അഹമ്മദികളും ഇതിന് സംബോധിതരാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, മുഹമ്മദ് മസീഹിന്റെ ദേശത്ത് ജലസ നടക്കുന്ന ഈ ദിവസങ്ങളിൽ ലോകത്തുള്ള എല്ലാ അഹമ്മദികളും പ്രത്യേക നിലയിൽ ദൈവസ്മരണയിലേക്ക് ശ്രദ്ധ ചെലുത്തുക. പ്രത്യേകിച്ച് ഈ ദുആകൾ കാദ്യാനിൽ ജലസ പങ്കെടുക്കുന്നവരും മറ്റു രാജ്യങ്ങളിൽ ജലസ പങ്കെടുക്കുന്നവരും ലോകത്തിലുള്ള എല്ലാ അഹമ്മദികളും ഈ ദുആ ചെയ്യുക. ചില അഹമ്മദികൾ പ്രയാസങ്ങളിൽ കുടുങ്ങിയതായിട്ടുണ്ട്. അവർ മുഹമ്മദി മസീഹിന് ബയ്യത്ത് ചെയ്തു എന്നതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ ഇമാമിനെ അവർ സ്വീകരിച്ചു.
അവർക്ക് അള്ളാഹു താല പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, സിറിയ, മറ്റു ചില രാജ്യങ്ങളുമുണ്ട്. ഈ സ്ഥലങ്ങളിൽ അള്ളാഹു താല അഹമ്മദികൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കട്ടെ. അവർ സ്വതന്ത്രരാകാനുള്ള വഴികൾ തുറക്കുമാറാകട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. സഹോദരി ബന്ധത്തിന്റെ പ്രകടനത്തിനു വേണ്ടി നാം ഈ ദുആ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് തന്നിരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر